യേശുവെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ വചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ച് ദൈവവചനത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. ഒത്തിരി വായിച്ചിട്ടുള്ളതായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ വായിച്ച് കേട്ടിട്ടുള്ളതായിരിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമ ഉദ്ധരണികൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സുവിശേഷകനാണ് മത്തായി. ഏകദേശം 50-ലധികം പ്രവചനങ്ങൾ, ഓൾഡ് ടെസ്റ്റമെന്റിലെ 50-ലധികം പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷത്തിൽ പറയുകയാണ്. ഇത് സംഭവിച്ചു, ഇത് നിറവേറി, എഴുതപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിവർത്തിയായി, എഴുതപ്പെട്ടിരിക്കുന്നത് ഇവിടെ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് 50-ലധികം പ്രവചനങ്ങളാണ് ഇപ്പുറത്തോട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ കുറിച്ച് നമുക്ക് ലോകത്ത് അനേക വ്യക്തികൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, പലതും സംഭവിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് വെറുതെ ജനിച്ച് ജീവിച്ച് മരിക്കുകയല്ല, ജനിക്കുന്നതിന് മുൻപേ സകല കാര്യങ്ങളും പ്രവചനങ്ങളിലൂടെ പറഞ്ഞു വെക്കുകയും ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണ പ്രകാരം ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയും ആ സംഭവിച്ചതിനെ കുറിച്ച് പിന്നീട് സുവിശേഷകർ കൃത്യമായിട്ട് അത് എഴുതി വെക്കുകയും ചെയ്തു. മത്തായി സുവിശേഷത്തിൽ എത്ര ഉദ്ധരണികളാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ? പ്രവചനങ്ങളുടെ പൂർത്തീകരണം 50-ലധികം, ഏകദേശം 50 ഉദ്ധരണികൾ തന്നെ ഉണ്ട് സുവിശേഷത്തിൽ എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, തൊട്ട് താഴെ അടുത്ത വാക്യം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രവാചകന്മാർ പറഞ്ഞതിൻ്റെ പൂർത്തീകരണമാണ് ഈ സംഭവിച്ചത് എന്ന് തന്നെ എഴുതി പോയിരിക്കുക. വീണ്ടും നമുക്ക് താഴോട്ട് ഒരുപാട് സ്ഥലത്ത് ഇതിനെ കാണാം. മത്തായി സുവിശേഷകൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം എഴുതി പോയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വചനം എന്ന് പറയുന്നത്, എനിക്കറിയാം ഒരുമാതിരി ഈ വചനങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് ഒത്തിരി ഡീപ്പായിട്ട് നമ്മൾ ആ വിഷയം പോകുന്നില്ല. 21-ാമത്തെ വാക്യം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. സാധാരണഗതിയിൽ മക്കളുടെ പേരുകൾ ഇടാനായിട്ട് അപ്പനും അമ്മയ്ക്ക് ഭയങ്കര കാത്തിരിക്കും അല്ലേ? ആണാണെങ്കിൽ ഇങ്ങനെ പേരിടണം, പെണ്ണാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പേരിടണം. അത് ഭാര്യയുടെ പേരിൻ്റെയും ഭർത്താവിൻ്റെ പേരിൻ്റെയും തുമ്പ് കൂട്ടി, ആദ്യാക്ഷരം കൂട്ടി, അവസാനാക്ഷരം കൂട്ടി, വിളിക്കാൻ പറ്റാത്ത പേരും വിളിക്കാൻ പറ്റുന്ന പേരൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ച് നടക്കുന്നൊരു കാലഘട്ടം നമ്മൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താ? ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഏതാണ് പേര്. അത് ഇന്ന് വരെ ആർക്കും ഇല്ലാത്ത പേര്. ഒരു കാലത്ത് ഒരു സമയത്ത് പേരുകൾ ഇടുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ എ വരുന്നതായിരിക്കും. കാരണം ക്ലാസ് റൂമിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പേരുകളായിരിക്കും നമുക്കിഷ്ടം. അപ്പോൾ ആദ്യം വിളിക്കപ്പെടാനായിട്ട് ഒരു എ കൂട്ടിയിട്ടിട്ടില്ലെങ്കിൽ 2 എ കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് വരും എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ് റൂമിൽ. ഇപ്പോൾ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ അതിനകത്തൊരു 10 പേരും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും, ബാക്കി 20 പേരായിരിക്കും. ഇതൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ അടുത്ത കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പിന്നെ മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പഴയ പേരുകളാണ്. പൈലി, ഔസേപ്പ് എന്നൊക്കെയുള്ള പേരുകളാണ് ഇപ്പോൾ വീണ്ടും പഴയ ട്രെൻഡിലേക്ക് പോയി തുടങ്ങി. ഇങ്ങനെ പേരുകൾ നമ്മൾ പലപ്പോഴും പല രീതിയിൽ പേരുകൾ ഇടാറുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താ അതിൻ്റെ പേര്? ഞാൻ പറയും ഡെസ്റ്റിൻ. ഓ, പൊടിയനാണല്ലേ എന്ന് ചോദിക്കും. അവർ പൊടിയനല്ല, ഡെസ്റ്റിൻ, DESTIN. അതാണ് എൻ്റെ സ്പെല്ലിങ്. ഞാൻ എവിടെ ചെന്നിട്ട് സാധാരണ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു കുറിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചീട്ടെടുക്കാൻ ചെല്ലുമ്പോഴും സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഇവർ ആദ്യം എഴുതി വയ്ക്കും DUSTIN എന്ന് എഴുതി വയ്ക്കും, പൊടിയൻ എന്ന് എഴുതി വയ്ക്കും. ആ പൊടിയൻ എന്നല്ല എന്ന് പറയാൻ ഞാൻ എല്ലാ കാലത്തും, എനിക്ക് തോന്നുന്നൊരു ഞാൻ എപ്പോൾ തുടങ്ങി എൻ്റെ പേര് പറഞ്ഞു തുടങ്ങിയോ അവിടെ തുടങ്ങി എൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ്.
എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്ത് തന്നെ എഴുതിപ്പിക്കണം, അല്ലെ എന്തായാലും തെറ്റിക്കും. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ പേരിനും ഒരു അർത്ഥമുണ്ട്. കൊള്ളാം, നല്ല അർത്ഥമാണ് എന്നുള്ളൊരു സന്തോഷം എനിക്ക് പിന്നീട് വരികയും ചെയ്തു. എന്തുമാകട്ടെ, ഇവിടെ യേശു എന്ന പേര് നൽകണം എന്ന് വചനം പറയുകയാണ്. എന്നിട്ട് തൊട്ട് താഴെ പറയുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് ആര്? യേശു. ഈ യേശു എന്ന പേരിന് വലിയൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഈ നാമത്തിന് വലിയൊരു ശക്തിയുണ്ട്. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് അവൻ. യഥാർത്ഥത്തിൽ യഹോശുവ, യേശു എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നവനായ ദൈവം, നമ്മളെ വീണ്ടെടുക്കുന്നവനായ ദൈവം. ഇതാണ് യഥാർത്ഥ അർത്ഥം. പക്ഷേ ഇവിടെ വചനത്തിൽ പറയുകയാണ്, അവന് യേശു എന്ന പേരിടണം. നമ്മൾ സ്നാപയോഹന്നാന്റെ ജനനം നമ്മളൊക്കെ വായിച്ച് പരിചയമുള്ളതാണ് അല്ലേ? സാധാരണ അവരുടെ പിതാക്കന്മാരുടെ പേര് ഇപ്പം നമ്മൾ ആകെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു പേരുള്ളത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബനോട് ചോദിക്കുന്നത്, നിന്റെ അപ്പൻ്റെ പേരെന്താ? ബോബൻ. നിന്റെ പേരെന്നാ? കുഞ്ചാക്കോ. നിന്റെ അപ്പൂപ്പൻ്റെ പേരെന്നാ? കുഞ്ചാക്കോ. എടാ, നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പേരുണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ തലമുറയിൽ അപ്പാപ്പൻ്റെ പേര് മകനിടും, അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ വീണ്ടും അപ്പാപ്പൻ്റെ പേര്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാം പഴയ പേരായിരിക്കും കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റൊട്ടേഷൻ ഉണ്ട്. ഇത് യഹൂദ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. അവരുടെ പിതാക്കന്മാരുടെ പേരുകളാണ് പലപ്പോഴും താഴോട്ട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ സക്കറിയായുടെ യാതൊരു പേരുമല്ല യോഹന്നാൻ സ്വീകരിക്കുന്നത്. യോഹന്നാൻ എന്ന പേര് നൽകണം. നമ്മളത് വചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെയാണ് അവൻ്റെ നാവ് പോലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. അതേ വിഷയത്തിൽ പോലെ തന്നെ ഇവിടെയും യേശുക്രിസ്തുവിനെ കുറിച്ചും പറയുമ്പോഴും ദൂതൻ വന്ന് മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോഴും പറയുന്നുണ്ട്, അവന് യേശു എന്ന് പേര് നൽകണം. കാരണം യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നവനാണ്. നമുക്കൊരു പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ബാക്കി എല്ലാ കാര്യവും ഭയങ്കര ഇഷ്ടമാണ്. യേശുവിൻ്റെ അടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രം താല്പര്യമില്ല. പൊതുവെ നമ്മുടെ ജനത്തെ ഒന്ന് എടുത്തു നോക്കുക, അതായത് പൊതുജനത്തെ പൊതുവെ എടുത്തു നോക്കുക. വിശ്വാസപരമായ കാര്യത്തിൽ ഒരു നേർച്ചയെ കുറിച്ച് പറഞ്ഞ ആയിരക്കണക്കിന് ആളുണ്ടാവും. പുതിയൊരു വഴിപാട് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുണ്ടാവും. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പൊതുവായ ചാത്തം നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ. ചാത്തം തന്നെയല്ലേ ഇവിടെ പറയുന്നത്? അതായത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മൊത്തത്തിൽ ഇടവക ശ്രാദ്ധം ചാത്തം എന്നൊക്കെ പറഞ്ഞ സംഭവം നടത്തുന്ന ഒരു പരിപാടി. എന്തുവാട്ടെ, നമുക്ക് പ്രൊനൗൺസിയേഷൻ അവിടെ പറഞ്ഞ് അങ്ങനെയായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഈ പരിപാടി നടത്തുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ വരുമ്പോൾ 2 മുഴുത്ത കാളക്കുട്ടികൾ നല്ല അടിപൊളി സാധനം നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ പ്രത്യേകത? പിന്നെയാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, നാളെ കഴിഞ്ഞാണ് നമ്മുടെ ശ്രാദ്ധം നടക്കുന്നത്. അപ്പം അതിനുവേണ്ടി കൊല്ലാൻ വേണ്ടി നേരത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നല്ല കൊഴുത്ത നല്ല കാളക്കുട്ടികൾ, ഒന്നിനെയല്ല 2 എണ്ണത്തിന് നല്ല അന്തസ്സായിട്ട് വെട്ടി പരിപാടി നടത്തും. അപ്പം എത്ര പേര് വന്നാലാണ് അത് ഭംഗിയായിട്ട് തീരുക? നമ്മൾ ചിന്തിച്ച് നോക്കുക. കാരണം അത്രയും ഇറച്ചി തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തായാലും നല്ലൊരു ജനത അവിടെ വന്നിട്ടുണ്ടാകും. വീട്ടിലും പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു. പിരിവ് കൊടുത്തോന്ന് എനിക്കറിയില്ല, അമ്മ കൊടുത്തിട്ടുണ്ടാവായിരിക്കാം, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഞാൻ എന്തായാലും കൊടുത്തിട്ടില്ല, അമ്മ കൊടുത്തിട്ടുണ്ടാവും, സാധാരണ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഇടവകളിലൊക്കെ ഉള്ളൊരു ചടങ്ങുകളാണ്. ഇങ്ങനൊരു പരിപാടി വരുമ്പോൾ ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, ഇനി പുതിയൊരു ക്രിസ്മസ് ആഘോഷം വരികയാണ്. ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനാണ്. ഇടവകയിൽ നല്ല ആളുണ്ട്. ഞാൻ കാലത്ത് പള്ളിയിൽ പോകുമ്പോൾ നല്ല ജനമുണ്ട്. ഓണാഘോഷം വരുന്നു, ആളുണ്ട്. ഈസ്റ്റർ വരുന്നു, ആളുണ്ട്. ആഘോഷങ്ങൾക്ക് മുഴുവൻ ആളുണ്ട്, ഒന്നിനൊരു കുറവില്ല. പക്ഷെ ഒരു ഇടവക ധ്യാനം വെക്കുമ്പോൾ എത്ര പേരുണ്ടാവും? ആലോചിച്ച് നോക്കുക. ഒരു ഇടവക ധ്യാനം, ഒരു സുവിശേഷ പ്രഘോഷണം നടക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ഇടവക ധ്യാനം നടക്കുമ്പോൾ ഈ നമ്മൾ സാധാരണ പറയുന്ന പോലെ പള്ളിയാത്തി ഈച്ച പോയ പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേര് ആ കസേരകളിൽ ഉണ്ടാവും. ആ സ്ഥിരം വരുന്ന കുർബാനയ്ക്ക് വരുന്ന അപ്പച്ചന്മാർ കുറച്ച് പേര്, 10-15 പേര് അവിടെ ഉണ്ടാവും. കുറച്ച് പിള്ളേർ വീട്ടിൽ നിന്ന് തള്ളി വിട്ടത് കൊണ്ട് ആ ഫ്രണ്ട് സ്റ്റേജിൽ അവിടെ ഉണ്ടാവും. ഇങ്ങനെ 2500 കുടുംബങ്ങളുള്ള ഇടവകയാണെങ്കിലും ഏറ്റവും കൂടി വന്ന ഒരു 250 പേരുണ്ടായാൽ അത് ഭാഗ്യം എന്ന് പറയാം. അതിനപ്പുറത്തോട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. എന്നാൽ ഇതേ ഇടവകയിൽ തന്നെ ആഘോഷങ്ങളോ
ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടവക സമൂഹം മുഴുവൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ ശ്രാദ്ധത്തിന് എന്തായാലും എല്ലാ വീട്ടിൽ നിന്നും പിരിവുണ്ട്. എന്തായാലും 500 രൂപ വെച്ച് പിരിവ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്തിനാ അന്ന് വൈകുന്നേരം വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവും. 2 പോത്തിന് അന്തസ്സായിട്ട് വെട്ടി നല്ല ഭംഗിയായിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ടാവും. എന്ത് കാൽക്കുലേഷൻ ആയാലും ആള് നന്നായിട്ടുണ്ട്, ഒരു കുറവുമില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഇതേ സെയിം സിറ്റുവേഷനിൽ ക്രിസ്തുവിന്റെ അടുത്തോട്ട് ഒരാളോട് വരാൻ പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല, അവർക്ക് യാതൊരുവിധ താല്പര്യമില്ല. ഇനിയിപ്പം നമ്മൾ പറയാ മുട്ടയിൽ എഴയുന്ന നേർച്ച അല്ലെ, അവിടെ ആളുണ്ടാവും. അല്ലെങ്കിൽ ഒരു പൂമാല ഇടിയിച്ച് അനുഗ്രഹം, ഉദ്ദിഷ്ട കാര്യം നടക്കാൻ ഇന്ന നേർച്ച, ഇവിടെയൊക്കെ ആളുണ്ട്. ഇവിടെ എല്ലാം ആവശ്യക്കാരൻ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും, യാതൊരു കുറവുണ്ടാവത്തില്ല, ജനം തിങ്ങി വരും. പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് ആർക്കും ചെല്ലുന്നതിന് വലിയ താല്പര്യമില്ല. നമുക്ക് വിശുദ്ധരുടെ അടുത്ത് പോയി കാര്യം നേടാൻ പറ്റുമെങ്കിൽ ഏറ്റവും സന്തോഷം അതാണ് അല്ലേ. പൊതുവെ വിശുദ്ധരുടെ അടുത്ത് നമ്മൾ അത്യാവശ്യം ഒരു 10 രൂപ എടുത്തിട്ട് ഇപ്പോൾ വേളാങ്കണ്ണി പോവാണെന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയലക്കത്തുള്ളവർ എന്ത് പറയും, എടി എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 10 രൂപ എടുത്ത് തരും, എന്നിട്ടൊരു നേർച്ചയിട്ടേക്കെന്ന് പറയും. അപ്പോൾ 10 രൂപ കൊടുത്തിട്ട്, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാറിൽ ഞാനൊരു യാത്ര പോവുക. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചർ പോകുന്ന വഴിക്കുള്ള 3 കപ്പകളിൽ കുരിശുംതൊട്ടിയിൽ നിർത്തിച്ചു. വിദേശത്തേക്കുള്ള യാത്രയാണ്, 3 കുരിശുംതൊട്ടിയിൽ നിർത്തി. ഒരു സ്ഥലത്ത് 10 രൂപ, അടുത്ത സ്ഥലത്ത് 10 രൂപ, മൂന്നാമത്തെ സ്ഥലത്ത് 10 രൂപ. അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി നേരെ എയർപോർട്ടിലേക്ക്, കുഴപ്പമില്ല, ത്രൂ എയർപോർട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ 3 സ്ഥലത്ത് 3 പേർക്ക് കൈക്കൂലി 10 രൂപ വെച്ച് കൊടുത്തിട്ട് യാത്ര സുഗമമാക്കി അദ്ദേഹം. യാതൊരുവിധ അപകടമില്ലാത്ത രീതിയിൽ സുഗമമാക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരുവൻ യേശുവിൻ്റെ അടുത്തോട്ട് വരുമ്പോഴുള്ള പ്രത്യേകതയും മറ്റു പലതിനെ ആശ്രയിക്കുമുള്ള വ്യത്യാസവും എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് ഈ വചനം പറയുന്നത്. 21-ാം വാക്യം, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശുവിൻ്റെ അടുത്ത് പരസ്യ ജീവിതകാലത്ത് അനേക വ്യക്തികൾ വന്നു, ഒത്തിരി ആളുകൾ വന്നു. ഈ വന്നവരിലൊക്കെ ഉള്ളൊരു പ്രത്യേകത, സൗഖ്യം പ്രതീക്ഷിച്ചു വന്നവരിലും അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നവരിലുമുള്ള പ്രധാനപ്പെട്ട വിഷയം, സൗഖ്യം കിട്ടി, അനുഗ്രഹം കിട്ടി, പക്ഷേ അതിനു മുൻപ് അവർക്ക് കിട്ടിയൊരു കാര്യം പാപമോചനമായിരുന്നു അല്ലേ. തളർവാദ രോഗി തളർന്നു കിടക്കുക, തളർവാദ രോഗി അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് പോവുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് വന്നാലുള്ള പ്രത്യേകത അതാണ്, ആദ്യം പാപങ്ങൾ മോചിപ്പിക്കും, അവൻ്റെ പാപം മാറ്റും, അവൻ്റെ പാപത്തെ ഇല്ലായ്മ ചെയ്യും. ഇതാണ് യേശു ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പാപം അവിടെ തന്നെ ഇരിക്കും, അനങ്ങില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ കാര്യം നടത്തി തരും, പുള്ളി കാര്യം നടത്തി തരും. പാപം മോചിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പാപത്തെക്കുറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, പാപബോധം പോലും വേണമെന്നൊരു നിർബന്ധമില്ല, യാതൊരു ഇത് പ്രശ്നമില്ല. പക്ഷെ യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രത്യേകതയാണ്, അവൻ നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനാണ്. കാരണം യേശുവിനെ കുറിച്ച് സുവിശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് യേശു. യേശുവിൽ വന്നിട്ട് എന്തെങ്കിലും കുറവ് നമുക്ക് വന്നിട്ടുണ്ടോ? അനുഗ്രഹമല്ലേ കിട്ടിയിട്ടുള്ളൂ, സന്തോഷമല്ലേ കിട്ടിയിട്ടുള്ളൂ. ക്രിസ്തുവിനെ പ്രതി പീഡകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ കുറിച്ച് കല്ലേറ് കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചു. അനുഗ്രഹം കുമിഞ്ഞുകൂടി മറ്റേ ട്രിപ്പറിൽ കൊണ്ടുവന്ന് ഇറക്കി തന്നിട്ടൊന്നുമില്ല, ട്രെയിലറിലും ടിപ്പറിലൊന്നും കൊണ്ടുവന്ന് തന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് നടക്കാനുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ആയിരക്കണക്കിനുണ്ട്, നമുക്ക് നിയോഗങ്ങൾ ഒരുപാടുണ്ട്, പലതിനും വേണ്ടി നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രധാന വിഷയം, എൻ്റെ പാപങ്ങളെ മോചിപ്പിച്ച് എന്നെ രക്ഷയിലേക്ക് നടത്തി, എന്നെ കൈപിടിച്ച് നടത്തി എന്നുള്ളതാണ്. ദൈവവചനം മുഴുവൻ പറയുന്നത് ഒരുവൻ യേശുവിലേക്ക് തിരിയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ടു, യേശുവിന് മുമ്പിൽ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യേശു എന്തുകൊണ്ടാണ് അവളെ പാപി എന്ന് വിളിക്കാത്തത്? യഥാർത്ഥത്തിൽ അവളിൽ പാപമില്ലാഞ്ഞിട്ടാണോ? പാപിനിയായ സ്ത്രീയുടെ പാപത്തെക്കുറിച്ച് യേശുവിന് ആരും പറഞ്ഞു കൊടുക്കാനിട്ടാണോ? യേശുവിന് ബോധ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, അവളുടെ പാപങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യം യേശുവിനുണ്ട്. അവളുടെ പാപ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ റെക്കോർഡ് യേശുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് നീ പാപി എന്ന് തിരിച്ചു വിളിക്കാനുള്ള അവകാശമില്ല. യേശു സർവശക്തനാണ്, സർവവ്യാപിയാണ്, ദൈവമാണ്. അവൻ അസാധ്യമായ ഒന്നുമില്ല, എല്ലാം സാധ്യമാണ്. പക്ഷെ അവന് എല്ലാം സാധ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്. യേശുവിന് പാപം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ യേശുവിന് അസാധ്യമാണ് പാപം ചെയ്യുക. യേശുവിന് നിന്നെ പാപി എന്ന് വിളിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന്, നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കാൻ വന്നവന് നിന്നെ പാപി എന്ന് വിരൽ ചൂണ്ടാൻ പോലും അവകാശമില്ല. യേശു ആരെയും തൻ്റെ പരസ്യ ജീവിത കാലത്ത് ഒരാളെ പോലും പാപി എന്ന് വിരൽ ചൂണ്ടുന്നില്ല. എന്നാൽ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. ഇനിയെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെടുക, ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചു പോവാ. ഇതൊക്കെ യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്. യാതൊരു കോംപ്രമൈസും യേശു നടത്തുന്നില്ല. പാപത്തെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്നുണ്ട്, പാപബോധത്തെക്കുറിച്ച്. പക്ഷെ ഇൻ പേഴ്സൺ, ഇൻഡിവിജ്വലി ഒരാളെ വിളിച്ചിട്ട് നീ പാപി എന്ന് വിളിക്കുന്നില്ല. പാപിനിയായ സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ അവളുടെ പാപത്തെ യേശു കാണുന്നു. എന്നാൽ അവളുടെ പാപത്തെ യേശുവിൻ്റെ മുൻപിൽ വരുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കുന്നു യേശു. യേശുവിൻ്റെ മുമ്പിൽ ചെന്നാലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതയാ രക്തസ്രാവക്കാരി സ്ത്രീ. അവൾ യാതൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ആകെ ചെയ്തത് അവൾ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടു. വിശ്വാസത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ആ സൗഖ്യം പ്രാപിച്ചപ്പോൾ തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത, അവളുടെ പാപത്തെ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവളുടെ പാപത്തെ യേശു നീക്കിക്കളഞ്ഞു. ആ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൾക്കുള്ള സൗഖ്യം കൊടുത്തു കഴിഞ്ഞു. എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോ, ഏത് വ്യക്തി യേശുവിൻ്റെ മുമ്പിൽ വന്നോ അവിടെ എല്ലാം നമ്മൾ പൊതുവായി കാണുന്ന ഒരു പ്രത്യേകതയാണ് പാപത്തെ മോചിപ്പിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും കൂടി തള്ളിപ്പറച്ച് ഒരുത്തനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരു പാവപ്പെട്ട പയ്യൻ അവിടെ കണ്ട് മര്യാദയ്ക്ക് ഇരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുന്ന സമയത്ത് അവന് സൗഖ്യം കിട്ടാൻ യാതൊരു സാധ്യതയില്ല. യേശു ശ്രദ്ധിക്കുന്നില്ല, അവൻ യേശുവിനെയും ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ശ്രദ്ധയില്ല. വെറുതെ ഒരു വഴിപോക്കനായിട്ട് അവൻ അവിടെ ഇരിക്കുന്നു. യേശു തൻ്റെ സുവിശേഷ വേലയിൽ വ്യാപൃതനായി നിൽക്കുമ്പോൾ അവരെ പിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഒരു കാര്യമില്ലാണ്ട് പൊക്കിയെടുത്തു യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ്റെ പാപമാണോ ഇവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെ പാപമാണോ ഇപ്പം ഇവൻ ഈ അന്ധനായിരിക്കുന്നത്, ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്? അവൻ വിളിച്ചു പറഞ്ഞോ, ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞോ? ഇല്ല. അവൻ വിളിച്ചപേക്ഷിച്ചോ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് വിളിച്ചപേക്ഷിച്ചോ? അവൻ പ്രാർത്ഥിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. അവൻ തൻ്റെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല. യേശുവിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരാ ചെയ്തത്? ശിഷ്യന്മാരാണ് ചെയ്തത്. പൊക്കി എടുത്തിരുന്നത്, മറ്റേ നമ്മൾ പറയണ കുത്തിന് പിടിച്ച് പൊക്കി യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു, ഇവൻ ഇപ്പോ ഈ കഷ്ടത അനുഭവിക്കുന്നത് ഇവൻ്റെ അപ്പൻ്റെയോ ഇവൻ്റെ അമ്മയുടെയോ അല്ല ഇവൻ്റെ പാപമാണോ? യേശു പറഞ്ഞു, ഇവൻ്റെയോ അല്ല, ഇവൻ്റെ അപ്പൻ്റെയോ അല്ല, ഇവൻ്റെ അമ്മയുടെയോ അല്ല, പകരം ദൈവമഹത്വം ഇപ്പോൾ ഇവനിൽ വെളിപ്പെടാനാണ് നിങ്ങൾ എല്ലാവരും പൊക്കി എടുത്തുകൊണ്ട് ഇവനെ ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നത്. എന്താണ് ദൈവമഹത്വം? എന്താണ് ദൈവമഹത്വം? അവൻ്റെ പാപങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുകയും അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നതാണ് ദൈവമഹത്വം. കാരണം അതാ യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമേ അതാണ്. യേശു എന്ന പേരിന് വ്യക്തമായി പറയുകയാണ്, അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. സാധാരണ നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകാറുണ്ടല്ലേ, പാപം മോചിക്കാനായിട്ട്. ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്നവർ എത്ര പേരുണ്ട്? പാപങ്ങൾ ഏറ്റുപറയുന്ന എത്ര പേരുണ്ട്? പണ്ട് +2 പഠിക്കുമ്പം എൻ്റെ +2 ടീച്ചർ കുമ്പസാരത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കമൻറ്റ് പറഞ്ഞത് വേറൊന്നുമല്ല, ഇന്ന് കുമ്പസാരിച്ച് നാളെ പോയി വീണ്ടും പാപം ചെയ്യാനുള്ള ശക്തി ആർജിക്കുന്നവരാണ് കുമ്പസാരക്കാരെന്ന് പറഞ്ഞത്. ടീച്ചർ പാവം ഒരു ഹിന്ദു ആയിരുന്നു. ഞാനാണെങ്കിൽ അന്ന് ഇച്ചിരി ചോരത്തളപ്പൊക്കെ കൂടി നിൽക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു കാത്തലിക് ഫെയ്ത്തിനോട് ഇത്തിരി അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ പറഞ്ഞ് ശരിയായില്ല, മോശമായിപ്പോയി. അങ്ങനെ ടീച്ചറൊക്കെ ആയിട്ടൊരു വാഗ്വാദമൊക്കെ ഇതൊക്കെയായി. അവസാനം ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ക്ഷമ പറഞ്ഞാലേ ടീച്ചർ ഇനി ക്ലാസ്സിൽ വരത്തുള്ളൂ. അവസാനം 10-60 പിള്ളേരുടെ ക്ലാസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ക്ഷമ പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത്. ക്ഷമ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറെ ഓക്കെ ക്ഷമ ഞാൻ പറയാം, ഓക്കെ സമ്മതിച്ചു, പക്ഷേ സ്റ്റിൽ ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, അതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ടീച്ചർ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ ബിഹേവ് ചെയ്ത രീതി മോശമായിരുന്നു, പക്ഷേ സ്റ്റിൽ ആ സ്റ്റാൻഡിൽ തന്നെയാണ്, ഞാൻ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു.
അവസാനം എന്നോട് ടീച്ചർ പിന്നെ മിണ്ടില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്, കുറേ നാളത്തേക്ക് ടീച്ചർ മിണ്ടാതെ പോയി. കാരണം എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം, ശരിയാണ്, കുമ്പസാരിച്ച് കഴിഞ്ഞാലും അതേ പാപങ്ങൾ നമ്മൾ പിന്നെയും ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഒരാഴ്ചത്തേക്ക് ആ പാപം ചെയ്യാതിരിക്കാനുള്ളൊരു പ്രേരണ, ഒരു ഉൾപ്രേരണയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ ദൈവവചനം ഞാൻ തിരിച്ചറിഞ്ഞ കാലം മുതൽ, വചനം വായിച്ചറിഞ്ഞ കാലം മുതൽ, നമ്മളിപ്പോൾ പല പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി നമുക്ക് മോചനമാണ്. ഇന്ന് ഈ ഇരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആരെങ്കിലും വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് വിഗ്രഹാരാധന ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ ചെയ്യോ? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ദൈവവചനം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 119 അധ്യായം പറയാണ്, യുവാവ് എങ്ങനെ പാപത്തിൽ വീഴാതെ ജീവിക്കും, തൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, വചനം ഇരിക്കുന്നത് കൊണ്ട് അവൻ പാപത്തിൽ വീഴാതെ ജീവിക്കും. വചനമില്ലാത്തവൻ എന്ത് കുമ്പസാരിച്ചിട്ട് കാര്യം? അത് വെറുതെ ഒരു ചടങ്ങ് മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാലും പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇത് പറയുക. ഞങ്ങളുടെ അവിടെ ഉള്ളൊരു പള്ളിയിലെ കുമ്പസാരം, ഇങ്ങനെ ചെറിയ ക്യാബിൻ തിരിച്ച് മൊത്തം കൂടുകളാണ്, അച്ഛനെയും മാത്രം AC ക്യാബിനുകളാണ്. അപ്പോൾ ഫ്രണ്ടിൽ കുറേ കസേരകളിട്ട് നമുക്കൊരു 100 പേർക്കൊക്കെ കസേരയിലിരിക്കാം. ഒരു ചേച്ചിയുണ്ട്, വിളിച്ചു വിടും ഓർഡർ അനുസരിച്ച്. അപ്പം ബാക്കിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഓർഡർ അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. ഓരോ റോ തീരുമ്പോൾ അടുത്ത റോ വിളിച്ചു പോകും. പെട്ടെന്നൊരു അമ്മച്ചി കയറി വന്നു. അമ്മച്ചി നേരെ കയറി വന്ന് കുമ്പസാരക്കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്നു. അപ്പോൾ അമ്മച്ചിയോട് ഈ ചേച്ചി പറഞ്ഞു, അമ്മച്ചി അവിടെ ഇരിക്കി, ഞാൻ ഓർഡർ അനുസരിച്ച് വിളിച്ചു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്കറിയാം, ഞാനിത് കുറേ കണ്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഇവിടെ വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി ഒരു പ്രാവശ്യം പറഞ്ഞു, എന്നാലും പിന്നെയും പോയി ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തു, അമ്മച്ചി ഇരിക്കി, എല്ലാവരെയും ഓർഡർ അനുസരിച്ചിട്ടാണ് വിടുന്നത് എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞിട്ടും ഈ അമ്മച്ചി യാതൊരു വിധത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കൂട്ടാക്കിയില്ല. എനിക്കറിയാം, നീ ആരാ എന്നുള്ള രീതിയിൽ ഇത്തിരി ഹാർഡായിട്ട് പറഞ്ഞു. അപ്പം ഈ നിരയിലിരിക്കുന്ന മറ്റൊരു അമ്മച്ചി വിളിച്ച് പറഞ്ഞു, മോനെ അതിനെന്തെങ്കിലും തലയ്ക്ക് അസുഖം ഉണ്ടോ, അപ്പോൾ അതവിടെ നിന്നോട്ടെ, കുമ്പസാരിച്ചിട്ട് പൊക്കോട്ടെ എന്ന് ഇത്തിരി ഉറക്കെ പറഞ്ഞു. എൻ്റെ പൊന്നെ, പിന്നെ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് ഞാനവിടെ കണ്ടത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് അതേടി എനിക്ക് തലയ്ക്ക് പ്രാന്താടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മച്ചി അങ്ങോട്ട് തുടങ്ങി. ഇപ്പുറത്തെ ചട്ടയും മുണ്ടെടുത്ത അമ്മച്ചി, നിനക്ക് വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ അതേ ഇതൊക്കെ പറഞ്ഞിട്ട് 2 കൂടി കിടന്ന് ബഹളം. ഞാൻ നോക്കിയപ്പോൾ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ മുഴുവൻ കൂട് തുറന്ന് പുറത്തോട്ട് വന്നിട്ട്, ഇവിടെ ഇപ്പം എന്താ യുദ്ധം നടക്കുന്നത്, എന്താ അവിടെ പ്രശ്നം? അപ്പോൾ അച്ഛനോട്, അച്ഛനറിയോ ഇവള് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വഭാവം മാറി ഇതിങ്ങനെ ഇരുന്ന് കുമ്പസാരിക്കുന്നു. ഇങ്ങനെ അച്ഛനെടുത്ത് പറയുന്നു. അവസാനം അച്ഛൻ സംഭവം സോൾവ് ചെയ്ത് അമ്മച്ചിനെ അവിടെ തന്നെ നിർത്തി. ഈ അമ്മച്ചിനെ അപ്പുറത്ത് വേറൊരു കൂടിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി സംഭവം സോൾവ് ചെയ്ത് പ്രശ്നം ഒഴിവാക്കി. ഈ അമ്മച്ചി നേരെ അകത്ത് കയറി കുമ്പസാരിച്ചു, ഇറങ്ങി പുറത്തേക്ക് വന്നു, നേരെ പോയി കുർബാന സ്വീകരിച്ചു. എങ്ങനെയുണ്ട്? നന്നാവല്ലേ? ഈ 2 അമ്മച്ചിമാരും കുർബാന സ്വീകരിക്കാനായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ 2 കൂടി ഒരു നോട്ടം നോക്കി, ഓണിച്ചതരാടി എന്ന് പറഞ്ഞിട്ട് 2 കൂടി പോയി അപ്പുറം പോയിരുന്നു കുർബാന സ്വീകരിച്ചു. ഈ കുമ്പസാരം കൊണ്ട് വല്ല വിലയുണ്ടോ? വല്ല ഗുണമുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നു എന്ന് പറയുകയും എന്നാൽ പാപത്തെക്കുറിച്ച് യാതൊരുവിധ ബോധ്യമില്ലാതിരിക്കുകയും ചെയ്യാം. ഒരുവൻ യേശുവിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ യേശു ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രത്യേകത, നിനക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം തരിക, പാപബോധം നിന്നിൽ ഉണർത്തുക. യേശു ഒരു വാഗ്ദത്തം നമുക്ക് നൽകി, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പരിശുദ്ധാത്മാവിനെ നിനക്ക് തരും. പരിശുദ്ധാത്മാവായ സഹായകൻ വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിന്നെ ബോധിപ്പിക്കും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ദൈവത്തിനില്ല. പാപം, നീതി, ന്യായവിധി, ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലാണെങ്കിൽ നമുക്ക് ബോധ്യം തരും. ഇതാണ് കർത്താവ്, ഇതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി. എന്നാൽ ഇവിടെ വചനത്തിൽ വായിക്കുകയാണ്, യേശു എന്നവന് പേരിടണം എന്നതാൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശുവിൻ്റെ അടുത്ത് ഏത് വ്യക്തി ചെന്നാലുമുള്ള പ്രത്യേകത, അവന് പാപബോധം ഉണ്ടാകും. പാപബോധം അവനെ അവൻ്റെ പാപത്തിൽ നിന്നും വേർപെടുത്തും, അവനെ വിശുദ്ധീകരിക്കും, ഒരു പുതിയ വഴി അവന് വേണ്ടി തുറക്കും. ഇത് യേശു മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ആരും ഇത് ചെയ്യത്തില്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു സ്ഥിരമായൊരു വാക്യമുണ്ട്, ത്രൂ മേരി ടു ജീസസ്, മാതാവിലൂടെ ക്രിസ്തുവിലേക്ക്. എൻ്റെ ഒരു സംശയമാണ്, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അത് നമ്മൾ വെറുതെ ഒരു വാഗ്വാദത്തിന് എടുക്കുകയാണ്. സാധാരണ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ LKG, UKG, 1, 2, 3, 4, 5 ഇങ്ങനെയല്ലേ കയറി പോകുന്നത്.
10th പാസ്സായ ഒരു കൊച്ച് പിന്നെ പോയി LKG ഇരിക്കുമോ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ക്രിസ്തുവിലേക്കുള്ള പാതയാണ് മറിയമെങ്കിൽ ആദ്യം അവൻ കൊന്ത ചൊല്ലി മാതാവിനോടുള്ള സ്നേഹം കാണിച്ച് അവൻ ക്രിസ്തുവിലേക്ക് എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഈ നഴ്സറി ക്ലാസ് പിന്നെ നിർത്തണ്ടേ? വേണ്ടേ? നഴ്സറി സ്കൂൾ പിന്നെ നിർത്തണമല്ലോ. ഈ മാതാവിനോട് മാത്രം അപേക്ഷിച്ച് കാര്യം നടത്തുന്ന പരിപാടി നിർത്തണ്ടേ? ജീസസിനെ അവൻ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ യേശുവിനോടല്ലേ ചോദിക്കത്തുള്ളൂ. അതായത് ഇന്ന് വരെ മാതാവിനോട് ഒരുത്തരും ക്രിസ്തുവിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ സത്യം നമ്മൾ വെറുതെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന് പറയുന്നതിന് ഇന്നും നഴ്സറി ക്ലാസ്സിൽ തന്നെ കിടക്കുക. ഒരുത്തരും അതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ പിന്നെ നഴ്സറി ക്ലാസ്സിൽ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ മാതാവിനെതിരല്ല. യേശുവിൻ്റെ അമ്മ സ്വർഗത്തിലിരിക്കുന്ന മാതാവിന് ഞാൻ യാതൊരു വിധ എതിരുമല്ല. മാതാവിനെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ആവശ്യം നടത്താൻ മാതാവിനെ ഉപയോഗിക്കുന്ന ഒരു കച്ചവട രീതിയുണ്ട്. അതിനെ നമ്മൾ എതിരുള്ളൂ, വേറെ ഒന്നിനും നമ്മൾ എതിരല്ല. മാതാവ് നമ്മുടെ എന്തോ ആവശ്യം നേടിത്തരുന്ന ഒരു കച്ചവടക്കാരിയാണെന്ന് വിചാരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നമുക്ക് തരിക. ഈ പരിപാടി ഇനിയെങ്കിലും നിൽക്കണ്ടേ? ക്രിസ്തുവിലേക്ക് ചെന്നാലുള്ള പ്രത്യേകത, നിന്റെ പാപത്തെ കർത്താവ് ചൂണ്ടിക്കാണിക്കും. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ നിനക്ക് ഇന്ന കുറവുണ്ട് എന്ന് പറയുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഇന്ന കുറവുണ്ട് എന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഐ ആക്സെപ്റ്റഡ്, ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് ആത്മാർത്ഥമായി പറയുന്ന എത്ര പേരുണ്ട് നമ്മളിൽ? ഞാൻ അത്ര വലിയ വിശുദ്ധനൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, ഇല്ലാന്നല്ല, റീതിങ്ക് ചെയ്യും. എങ്കിലും നമ്മളൊന്ന് ന്യായീകരിക്കും. ഇപ്പൊ ഇന്ന് അല്ലെങ്കിൽ എന്ന് തന്നെ നമ്മളെ കുറിച്ചൊരു കാര്യം പറയുകയാണ്, ഇന്ന കാര്യം അത്ര ശരിയായില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാം എന്ന് പറയും. പക്ഷെ ഒറ്റയടിക്ക് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളിൽ തന്നെ ഒരു ഞാൻ എന്ന ഭാവം, ഒരു അഹങ്കാരം, ഒരു അഹന്ത നമ്മളിൽ തന്നെ ഉണ്ട്. അതിന് വലിയ കുറവൊന്നുമില്ല. അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ മുമ്പിൽ ഒരുവൻ ചെന്നാലുള്ള പ്രത്യേകത, യേശു ആദ്യം ചൂണ്ടുന്നത് നമ്മുടെ കുറവിനെ ആയിരിക്കും, നമ്മുടെ പാപത്തെ ആയിരിക്കും. പാപത്തെ നികത്താതെ ഒരുവൻ യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുത്തോട്ട്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, അന്ധനായവനാകട്ടെ, തളർവാദ രോഗിയാകട്ടെ, സൗഖ്യം പ്രാപിക്കുന്ന ഏത് വ്യക്തിയും യേശുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പം അവിടെയെല്ലാം പാപത്തെ മോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളവിടെ കാണുന്നുണ്ട്. തളർവാദ രോഗിയോട്, എത്രയോ വർഷം തളർവാദ രോഗിയായിട്ട് കിടന്നവനോട് പറയുന്നുണ്ട്, കൂടുതലായൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇനി അതിൽ കൂടുതൽ എന്താ വരാനുള്ളത്? 38 വർഷമോ അത്രയും കണ്ട് അത് തളർവാദ രോഗിയായിട്ട്, അതായത് ഒരു ജീവിതത്തിൻ്റെ മുക്കാഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പൊ 38 എത്രയാ? 76. അതിൽ കൂടുതലൊക്കെ ആയുസുള്ള എത്ര പേരോടെ ഉള്ളേ? 76 ആരോഗ്യമാണ്. 76 കഴിഞ്ഞാൽ പിന്നുള്ളത് ബോണസാണ്. അത് ആരോഗ്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പൊ ജീവിതത്തിന്റെ പകുതി കാലവും ഒരു ചെറിയ കുളക്കടവിൽ തളർന്നു കിടക്കുന്ന ഒരുവനെ കുറിച്ചിട്ടാണ് ഒരുവനോട് പറയുന്നത്, നീ മേലിൽ പാപം ചെയ്തത് കൂടുതലായി ഒന്നും സംഭവിക്കാതിരിക്കാൻ. 38 വർഷം അവിടെ കിടന്നതിലും വലുത് എന്താ വരാനുള്ളവന്? ഇനിയും പാപം ചെയ്താൽ ഇനിയും നിനക്ക് പ്രശ്നം വരുമെന്ന്. യേശു ആ കാര്യത്തിൽ വല്ല കോംപ്രമൈസും ചെയ്യുന്നുണ്ടോ? ഒരു കോംപ്രമൈസ്. അവിടെയാണ് ക്രിസ്തുവിലേക്ക് ഒരുവൻ ചെന്ന് കഴിഞ്ഞാൽ പാപത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ പാപം അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ഉയർന്നു നിൽക്കും. കൊരട്ടിമുത്തിയുടെ അടുത്ത് പോയിട്ട് ഒരു നേർച്ച നടത്തണമെങ്കിൽ പാപത്തെ മോചിക്കേണ്ട കാര്യമുണ്ടോ? ചെല്ലുക, 10 രൂപ കൊടുക്കുക, ഒരു പഴം വാങ്ങുക, തിരിച്ചു വരിക, പരിപാടി കഴിഞ്ഞു. യുദാസിലേക്ക് പോയിട്ടൊരു മാലയിട്ട് നേർച്ച നടത്തി കാര്യം നടത്തുന്നതിന് പാപം മോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കൗണ്ടറിൽ പോയി 10 രൂപ കൊടുത്ത് മാലയിട്ട് പരിപാടി കഴിഞ്ഞു. ഈ പറയുന്ന യാതൊരുവിധ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഇല്ലാത്തതാണ് നീ ക്രിസ്തുവിലേക്ക് ചെന്നാലുള്ള കാര്യം. യേശു നിന്റെ പാപങ്ങളെ മോചിപ്പിക്കും, അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ പ്രവചനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവിടെയും മറിയത്തോട് പറയുകയാണ് അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ പാപങ്ങളെ മോചിപ്പിക്കുന്നവനാണ്. ഇതിനുശേഷം നമ്മൾ പിന്നീട് അപ്പസ്തോല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്, പത്രോസും നിന്നിട്ട് ഒരു വാക്യം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. യേശു എന്ന നാമമല്ലാതെ
മറ്റൊരു നാമവുമില്ല. നീ എന്തൊക്കെ പേര് അതിന് മുകളിൽ പറഞ്ഞാലും ഇട്ടാലും ചെയ്താലും യേശു എന്ന നാമമാണ് ഏറ്റവും മഹത്തരമായ, ഏറ്റവും ഉന്നതമായ നാമം. അതിന് മുകളിലേക്കൊരു നാമമില്ല. ആ നാമം മാത്രമേ ഉള്ളൂ. അപ്പസ്തോലന്മാരത് പറയുമ്പോൾ, പത്രോസ് അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരോടാണ് പറയുന്നത്, എവിടെയാണ് പറയുന്നത്? ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ രക്ഷയുടെ ഏകമാർഗം പാപപരിഹാര ബലിയാണ്. ഈ പാപപരിഹാര ബലി ദേവാലയത്തിൽ സമർപ്പിക്കുക, ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ പാപപരിഹാര ബലി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിത പ്രമുഖന്മാരുടെയും സന്നദ്ധി സംഘത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ. അതായത് നിന്റെ ഈ ആചാരവും അനുഷ്ഠാനവും, നിന്റെ ഈ ആടിനെ അറക്കലും നിന്റെ ഈ പശുവിനെ അറക്കലും ഈ പരിപാടിയൊക്കെ നിർത്തിക്കോ. ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല. നിന്റെ ഈ പറഞ്ഞ ചടങ്ങ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. രക്ഷയ്ക്ക് യേശുവിലേക്ക് തിരിയണം. യേശുവിൻ്റെ അടുത്ത് വന്നാലേ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടത്തുള്ളൂ. അന്ന് വരെ യഹൂദനെ കുറിച്ച് ദൈവം തന്നെ യഹൂദനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരുവൻ പാപം ചെയ്യുകയാണെങ്കിൽ അവൻ പോയി പാപപരിഹാര ബലി അർപ്പിക്കണം. എന്നാൽ യഥാർത്ഥ പാപപരിഹാര ബലിയായ ക്രിസ്തു പെസഹ കുഞ്ഞാടായി അർപ്പിക്കപ്പെട്ടതിന് ശേഷം അവരുടെ മുൻപിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, മറ്റൊരു നാമമില്ല, യേശു എന്ന നാമമാണ്. എന്തുകൊണ്ടെന്നാൽ അവനാണ് നിന്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയുക. നമ്മൾ ആ നാമത്തിന് എത്രത്തോളം ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അമ്പ് പെരുന്നാൾ വരുമ്പോൾ നമ്മൾ അമ്പിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അടുത്ത പരിപാടി വരുമ്പോൾ അതിനായിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കുക. അനുദിന വിശുദ്ധര് അല്ലേ, അനുദിന വിശുദ്ധര് ഇന്ന് പറയും, നീയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധൻ, ഞാൻ നിന്നോട് എന്നും കടപ്പെട്ടിരിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ നടത്തി തരിക. ചൊവ്വാഴ്ച വരുമ്പോൾ നമ്മൾ വീണ്ടും മാറ്റി പറയും, അടുത്ത ആളുടെ പേരെടുത്തിട്ട് അദ്ദേഹത്തോട് പറയും, നീയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധൻ. ബുധനാഴ്ച വരുമ്പോൾ നമ്മൾ വീണ്ടും പറയും മാറ്റി. ആഴ്ചയിൽ നമ്മളിങ്ങനെ മാറ്റി പറയും. പുതിയ പുതിയ കാലഘട്ടം വരുമ്പോൾ നമ്മൾ മാറ്റി പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് യേശുവിനെ കുറിച്ചും പറയും, യേശു നീയാണ് എൻ്റെ സർവശക്തൻ. ഇത് കർത്താവ് സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. ഒരൊറ്റ നാമം, യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് രക്ഷയ്ക്കായി ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. ലൂക്കാ സുവിശേഷം 2:11 വായിക്കാമോ? ലൂക്ക, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. വളരെ വ്യക്തതയോട് തന്നെ പറയുന്നത് അവന്റെ പേര് യേശു എന്ന് തന്നെയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ സ്റ്റാർ ഇട്ടിട്ടുണ്ടല്ലേ? ആരൊക്കെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്? അത് കൈ ഉയർത്താമോ? വീട്ടിൽ സ്റ്റാർ ഇട്ടവര്? ഓക്കെ, എല്ലാവരും സ്റ്റാർ ഇട്ടിട്ടുണ്ട്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സ്റ്റാർ ഇട്ടത്? എനിക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളോടാണ് അഭിപ്രായം ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് സ്റ്റാർ ഇട്ടത്? ഉറക്കെ പറ, എന്തിനാണ് നീ സ്റ്റാർ ഇട്ടത്? നീ തന്നെ പറഞ്ഞോ, എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞോ, സ്ട്രോങ് ആയിട്ട് നല്ല ശബ്ദത്തിൽ പറഞ്ഞ്. ചാടി എഴുന്നേക്കടാ, +2 അല്ലേ ആയിട്ടുള്ളൂ. പറ. രക്ഷകന്റെ വരവിനെ സൂചിപ്പിക്കാൻ സ്റ്റാർ ഇട്ടു. ഓക്കെ, ഇരുന്നു. രക്ഷകന്റെ വരവിനെ സൂചിപ്പിക്കാൻ സ്റ്റാർ ഇട്ടു. ക്രിസ്മസ് ഇപ്പോൾ ഡിസംബർ 25 ജനുവരി 7 പല സമയങ്ങളിൽ ആഘോഷിക്കുന്ന പല പല സഭകളുണ്ട്. കത്തോലിക്ക സഭയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പലവിധ റൂമറുകളും പല കഥകളും ഒക്കെ ഉണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പുകളൊന്നുമില്ല. അതായത് ഇപ്പോൾ സൂര്യദേവന്റെ ദിവസമാണ് ഡിസംബർ 25 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. ലോകത്ത് 33 കോടി ദേവന്മാരുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദേവന്റെ ദിവസമായിരിക്കും എല്ലാ ദിവസവും. അങ്ങനെ ഏത് ദിവസം തിരഞ്ഞെടുത്താലും കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഈ ദിവസം ഇന്ന ദേവന്റെ ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതായത് ഡിസംബർ 25 സൂര്യദേവന്റെ ദിവസമായിരുന്നത് കൊണ്ടാണ് സഭ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വ്യാഖ്യാനമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് ഡിസംബർ 25 7 ഏതെങ്കിലും ഒരു ദിവസം തന്നെയാണെങ്കിലും യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത് ലോകത്ത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. ലോകത്ത് പ്രഘോഷിക്കപ്പെടേണ്ട ദിവസം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ദിവസം തന്നെയാണ്. യേശു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്ന് വിളിച്ചു പറയണം. അതിൽ സന്തോഷവാനാണ് ഞാൻ. എനിക്കതിനകത്ത് യാതൊരു എതിർപ്പില്ല. അത് 25 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം നിങ്ങൾ വിളിച്ചു പറയും. പോട്ടെ, നമ്മളപ്പോൾ സ്റ്റാർ ഇടുകയാണ്. ഈ സ്റ്റാർ ഇടുമ്പോൾ
നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ ഇടുക. ഇപ്പം ഞാൻ സ്റ്റാർ ഇട്ടത് എന്തിനാന്ന് ഞാൻ പറയാം. സ്റ്റാർ ഇടുന്നു, അപ്പുറത്തെ വീട്ടിൽ സ്റ്റാർ ഇട്ടു, അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ സ്റ്റാർ ഇട്ടു. അപ്പം എൻ്റെ 3 വയസ്സുള്ള കൊച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെ സ്റ്റാർ ഇട്ടു, ഇവിടെ സ്റ്റാർ ഇട്ടു, എന്തേ പപ്പ നമ്മുടെ വീട്ടിൽ സ്റ്റാർ ഇടാത്തെ? 2 ദിവസം കരഞ്ഞുകൊണ്ട് വന്നു. 3-ാമത്തെ ദിവസം ഞാൻ പോയി എറണാകുളത്ത് പോയി കുറച്ച് സ്റ്റാർ വാടിച്ചെടുത്ത് നിരത്തി. കൊച്ചിനൊരു സങ്കടം വേണ്ട, ആവശ്യം പോലെ സ്റ്റാർ ഇരിക്കട്ടെ. ഇതാണ് സ്റ്റാർ ഇടുമ്പോൾ പൊതുവെ നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം. അലങ്കാരം, ആഘോഷം, കുറച്ച് ഭംഗിയായിട്ടിരിക്കട്ടെ, വീടൊക്കെ നല്ല രസമായിട്ടിരിക്കട്ടെ. പക്ഷേ സ്റ്റാർ ഇടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. മത്തായി സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട്, മത്തായി സുവിശേഷം 2-ാം അധ്യായം എടുക്കുമ്പം നമ്മളവിടെ 1-2 കാര്യങ്ങൾ 2 മുതൽ വായിച്ചു. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ വന്ന് ഹെരോദസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് യേശു ജനിച്ചത്? ഞങ്ങളൊരു നക്ഷത്രം കണ്ട് വരികയായിരുന്നു, വന്നതോ അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായിട്ട് പറയും. ഇനി 7-ാം വാക്യം പറയുകയാണ്, അപ്പോൾ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അതിനുശേഷം 9-ാം വാക്യം, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്ന സ്ഥലത്ത് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഭവനത്തിലാണ് ക്രിസ്തു ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നക്ഷത്രം വന്ന് ആ ഭവനത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭവനത്തിൽ ആരുണ്ട്? ദൈവം, കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുന്നവൻ, രക്ഷകനായവൻ, ദാവീദിന്റെ വംശത്തിൽ പിറന്നവൻ ഈ ഭവനത്തിലാണുള്ളത്. അതുകൊണ്ട് അവർ ആ ഭവനത്തിലേക്ക് കയറി കുമ്പിട്ട് യേശുവിനെ ആരാധിച്ചു. എൻ്റെ ചോദ്യം നിന്നോടാ, നിന്റെ വീട്ടിൽ ഇന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വിജാതീയരായിട്ടുള്ള 2 പേര് കയറി വന്നാൽ യേശുവിനെ കാണാൻ പറ്റുമോ? ഭവനത്തിൽ യേശു ഉണ്ടോ? യേശുവിനെ കുമ്പിട്ട് ആരാധിക്കുന്നവരായി തിരിച്ചു വിടാൻ പറ്റുമോ നിനക്ക്? അല്ലെ നീ സ്റ്റാർ ഇട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല, അത് വെറും ഒരു ആഘോഷമായി മാറി അവസാനിച്ചു. നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുന്ന ഏത് വിജാതീയനെയും ഏതൊരുവനെയും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ ആ സ്റ്റാർ ഇടുന്നതുകൊണ്ട് ഗുണമുണ്ട്. അപ്പൊ സ്റ്റാർ ഇടുമ്പോൾ ഈ ജ്ഞാനികളായിട്ടുള്ളവർ സഞ്ചരിച്ചു വന്ന് ഇതാണ് യേശുവിൻ്റെ ഭവനമെന്ന് തിരിച്ചറിയുകയും ആ ഭവനത്തിൻ്റെ അകത്ത് കയറി യേശുവിനെ കുമ്പിട്ട് ആരാധിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അവർ യേശുവിൻ്റെ ഫോളോവറായി. നമ്മുടെ ഭവനത്തിലേക്ക് ഒരുവൻ വന്ന തിരിഞ്ഞു നോക്കാതെ തിരിച്ചിറങ്ങി പോകുന്ന അവസ്ഥയാണെങ്കിൽ സ്റ്റാർ ഇട്ടത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ചൈനക്കാരന് കുറച്ച് കാശ് കിട്ടും, ഇത്രേ ഗുണമുള്ളൂ. ചൈനക്കാരന് കുറച്ച് പൈസ കിട്ടും. സ്റ്റാർ ഇട്ടോ, ഞാൻ സ്റ്റാറിന് തരുന്നില്ല, ധൈര്യമായിട്ട് ഇട്ടോ, എത്ര വേണമെങ്കിലും ഇട്ടോ, 10 20 ഇട്. പക്ഷെ ഇടുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എൻ്റെ ഭവനം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇതാ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലുള്ള തിയറി അതാണ്. ഇതെത്ര ക്രിസ്ത്യാനികൾക്ക് അറിയാം? ജ്ഞാനികൾക്ക് ക്രിസ്തുവിൻ്റെ ഭവനത്തെ, യേശു ജനിച്ച ഭവനത്തെ കാണിച്ചു കൊടുത്താണ് നക്ഷത്രം. നമുക്കിപ്പോൾ ആഘോഷം മാത്രമാണ്, വെറുതെ ഒരു സ്റ്റാർ കത്തിച്ചിടുന്നു, പരിപാടി തീരുന്നു. നമ്മളുടെ ഇപ്പോൾ സ്റ്റാർ കത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, സ്റ്റാർ തുടങ്ങുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു കാര്യം മനസ്സിലായി, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറച്ചി മീനൊക്കെ ഉണ്ട്, എന്തോ ആഘോഷമുണ്ട്, കേക്ക് കിട്ടും, ആഘോഷം വരുന്നുണ്ട്, എക്സാം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഒരു ചിന്ത, ഒരു ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നമ്മുടെ സ്റ്റാർ. നമ്മുടെ ആഘോഷത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരിക്കരുത് സ്റ്റാർ. എൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ ഞാനൊരു നക്ഷത്രം തൂക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാധ്യസ്ഥനാണ് ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ. ജ്ഞാനികൾക്ക് യേശു ആയിരിക്കുന്ന ഭവനത്തെ കാണിച്ചു കൊടുത്തതുപോലെ നിന്റെ ഭവനത്തിലായിരിക്കുന്ന ഈ നക്ഷത്രം ആരെ കാണിച്ചു കൊടുക്കണം? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഭവനത്തിൽ ഒരുവൻ വന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. അറിയാൻ പറ്റുമോ? പൊതുവെ ഞങ്ങളെക്കുറിച്ച് പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് പറയും. ഒരല്പം ഗ്യാപ്പ് കിട്ടിയാൽ മതി, ഒരു സെക്കൻഡ് കിട്ടിയാൽ വിടത്തില്ല. അത് ട്രെയിനിൽ വെച്ചിട്ടാകട്ടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ
വിനീത് ബ്രദർ, എനിക്ക് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. എൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തവനാ. ഒരു ദിവസം ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഒരുത്തനുണ്ട് ധ്യാനത്തിന് വരുന്നത്. കാസർഗോഡുള്ളൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, കാസർഗോഡുള്ളവൻ ധ്യാനത്തിന് വരിക ഇവിടുന്ന് പഴവളത്തേക്ക്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ ഇവനെ നിനക്ക് എവിടെ വെച്ചിട്ടാ പരിചയം? ഈ അങ്കമാലി കിടക്കുന്നവൻ കാസർഗോഡുള്ളവനെ എന്ത് പരിചയം? അവൻ പറഞ്ഞു, ചേട്ടാ പാസ്പോർട്ട് എടുക്കാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എവിടെ? നമ്മുടെ സ്റ്റുഡിയോയിൽ, എൻ്റെ സ്റ്റുഡിയോയിൽ, എൻ്റെ സ്റ്റാഫാണവൻ. എൻ്റെ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് എടുക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു നിയമമുണ്ട്, പാസ്പോർട്ട് എടുത്ത് 5 മിനിറ്റുള്ള പാസ്പോർട്ട് അടിച്ചു കൊടുത്ത് കാശും വാങ്ങിച്ച് അവനെ പറഞ്ഞു വിട്ടോണം. 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് പോകാൻ പാടുള്ളൂ. 5 മിനിറ്റ് ഒരു പാസ്പോർട്ട് എടുക്കാൻ കയറിയവനെ ക്രിസ്തുവിനെ കൊടുത്ത് അവനെ കയ്യെ പിടിച്ച് ധ്യാനത്തിന് കൊണ്ടുപോയവനാണ് വിനീത് ബ്രദർ. എനിക്കതിൽ വലിയ സന്തോഷം, വലിയ അഭിമാനമാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവനാണ് മുകളിൽ, അവൻ്റെ ഭവനത്തിന് മുകളിൽ സ്റ്റാർ ഇടാൻ യോഗ്യൻ. അവനൊക്കെ ധൈര്യമായിട്ടിടാം. ഒന്നല്ല, ഒരു 10 നിരത്തിയിട്. കാരണം നമുക്ക് ക്രിസ്തുവിനെ കാണിച്ചു. നമ്മുടെ ആൻറ്റി ഉണ്ട്. ആൻറ്റി ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരു ദിവസം ഓട്ടോറിക്ഷയുടെ സൗണ്ട് എനിക്ക് കേൾക്കാം, കട്ട 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 കടാന്ന് ഓട്ടോറിക്ഷയുടെ സൗണ്ട് എനിക്ക് കേൾക്കാം. ആൻറ്റിയുടെ ഫോൺ കോൾ വന്നേക്കുക. ആൻറ്റി പറയും, മോനെ എടാ ഒന്ന് സംസാരിച്ചടാ, അത്യാവശ്യ കേസാണ്. അപ്പോൾ ഞാൻ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ ഒരു അപ്പച്ചൻ, ഒരു ചേട്ടൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, വിശേഷമൊക്കെ പറഞ്ഞു, എൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു. അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചു. അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോയി. ഞാൻ തിരിച്ച് ചെന്ന് ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഏതാ ഓട്ടോറിക്ഷക്കാരൻ? എടാ ഞാൻ ഓട്ടം വിളിച്ചതാടാ, ഒരു 15 രൂപയുടെ ഓട്ടം വിളിച്ചതാ. ആ ജംഗ്ഷനിൽ നിന്ന് എന്നെ ഈ കട വീട് വരുന്ന കൊണ്ടുവന്നാക്കാൻ വന്നതാ. അതിൻ്റെ ഇടയിൽ ക്രിസ്തുവിനെ കൊടുത്തു. 15 രൂപ ഓട്ടത്തിൻ്റെ ഇടയിൽ യേശുവിനെ കൊടുത്തു. ഫോണും വിളിച്ചു, കണക്ട് ചെയ്തു, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവരാണ് സ്റ്റാർ ഇടേണ്ടത്. യേശുവിനെ അറിയത്തൂല, യേശു ആരാണെന്ന് അറിയത്തൂല്ലാത്തവൻ സ്റ്റാർ ഇടുക പോലും ചെയ്യരുത്. ലൂക്കാസ് സുവിശേഷം വ്യക്തമായിട്ട് പറയാണ്, കർത്താവായ യേശു ക്രിസ്തു രക്ഷകൻ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി പറന്നിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയേണ്ടത്. എന്ന് സിനിമാ പാട്ട് വെച്ച് നമ്മൾ കരോൾ ഗാനൊക്കെ വെച്ച് അടിച്ചു പൊളിക്കും, തകർക്കും. തകർത്തോ, ആഘോഷിച്ചോ, ആഘോഷിക്കി, ലോകത്തോട് വിളിച്ചു പറയി. പക്ഷേ നീ ക്രിസ്തുവിനെ കുറിച്ച് എത്ര പേരോട് പറഞ്ഞു? യേശു നിന്റെ പാപങ്ങളെ മോചിപ്പിക്കുന്നവരാണ് നമ്മൾ എത്ര പേരോട് പറയാൻ പറ്റും? ഇന്നിപ്പോൾ കാലത്ത് പള്ളി പോയി കഴിഞ്ഞപ്പോൾ പള്ളിയിലെ പ്രസംഗം കേട്ടു. ഞാൻ പറയണമെന്ന് വിചാരിച്ചത് അറിയാതെ വീണ്ടും പറഞ്ഞു പോവുക. ആരാണ് യേശു? അച്ഛനും ചോദിച്ച കാര്യമാണ്, ആരാണ് ദൈവം, ആരാണ് ദൈവം? അപ്പോൾ പുറപ്പാട് പുസ്തകമാണ് അച്ഛൻ വായിച്ചത്. ആദ്യത്തെ വായന, ഇന്നത് ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകമായിരുന്നു. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചത്, അവനോട് ദൈവം കരുണ കാണിക്കുന്നവനും എന്നാൽ തൻ്റെ കുറ്റങ്ങൾക്ക് 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവനുമായ അസഹിഷ്ണുമായ ദൈവം. ഇതാണ് ദൈവം. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ, ദൈവം സ്നേഹിക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ, എന്നാൽ ശിക്ഷിക്കുന്നവൻ. ഈ 3 ഡെഫിനേഷനാണ് അവിടെ പുറപ്പാട് പുസ്തകത്തിലുള്ളത്. പക്ഷെ അച്ഛൻ അവസാനത്താണ് വിഴുങ്ങി. ശിക്ഷിക്കുന്നവൻ എന്നുള്ളതെന്ന് അങ്ങോട്ട് വിഴുങ്ങി. 10 പ്രാവശ്യം അച്ഛൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയും അസഹിഷ്ണുവായ ദൈവം, ഇപ്പൊ പറയും. അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു സ്നേഹിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, വീണ്ടെടുക്കുന്നവനാണ്, രക്ഷകനാണ് ദൈവം. എന്നാൽ നിന്റെ പാപത്തിന് നിന്നെ ശിക്ഷിക്കുന്നവനാണെന്ന് പറയാൻ പേടിയാ. അങ്ങനെ പറഞ്ഞ് ഇനിയുള്ള വിശ്വാസം കൂടിയും ഞായറാഴ്ച പള്ളിയിൽ വരാതാവുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഇങ്ങനെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. സുവിശേഷത്തിന്റെ പാതയിൽ നമ്മൾ പോകുന്ന വഴിയും ഇങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 1:29 ഒന്ന് വായിക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞത് സ്നാപ യോഹന്നാനാ. പറഞ്ഞത് മറ്റാരോടല്ല, യോഹന്നാനോടും, സ്നാപ യോഹന്നാന്റെ ശിഷ്യന്മാരായ യോഹന്നാനോടും അന്ത്രയോസിനോടുമാണ് പറയുന്നത്. അവന്മാർ അതുപോലെ തന്നെ പൊടിയും തട്ടി സ്നാപ യോഹന്നാന്റെ അടുത്ത് അപ്പുറത്തോട്ട് പോയി. അപ്പം തന്നെ പൊടി തട്ടി അപ്പുറത്തോട്ട് പോയിന്ന്. അതായത് നമ്മളൊരു മിനിസ്ട്രി നടത്തി. എൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ ആൻഡു ബ്രദറുണ്ട്, ജഗൻ ബ്രദറുണ്ട്, ഇവരൊക്കെ നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പം മറ്റൊരു നല്ല കൃപയുള്ള ഒരു ശുശ്രൂഷകനെ, ഒരു സുവിശേഷകനെ കാണിച്ചു കൊടുത്തിട്ട് പറയാടാ ഇത് ഇന്ന ആ പ്രീച്ചറാണ്, ഇന്ന സുവിശേഷകനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവന്മാർ എന്നെ ഇട്ടിട്ട് അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാൻ കാണിച്ചു കൊടുത്തൊരു ബ്രദറിൻ്റെ പിന്നാലെ ഇവന്മാർ ടാറ്റയും പറഞ്ഞ് ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരോട് പോയാൽ എൻ്റെ മനോഭാവം എന്തായിരിക്കും? വൃത്തികെട്ടവനെ കാണിച്ചു തന്നത് അബദ്ധമായിപ്പോയി, പരിചയപ്പെടുത്തിയത് അല്ലേ, നമ്മളത് ചിന്തിക്കത്തുള്ളൂ. സ്നാപ യോഹന്നാന്റെ ഇടവും വലവുമായി നിൽക്കുന്ന 2 ശിഷ്യന്മാരോട് പറയുക, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ പൊടി തട്ടി നേരെ യേശുവിന്റെ പിന്നാലെ പോയി. കാരണം സ്നാപ യോഹന്നാൻ അതല്ല,
സ്നാപയോഹന്നാൻ പറയാ, എനിക്ക് പാപം മോചിക്കാൻ പറ്റത്തില്ല, എൻ്റെ സുവിശേഷം മാനസാന്തരത്തിൻ്റെയാണ്, അതിനപ്പുറത്തോട്ട് എനിക്ക് പറ്റത്തില്ല. ഇത് തന്നെ പിന്നീട് നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയിൽ 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എഫേസ്യയിൽ ഉണ്ടായിരുന്ന ജനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നില്ല. അവരാകട്ടെ സ്നാപയോഹന്നാന്റെ മാനസാന്തരത്തിന്റെ സ്നാനം മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. അപ്പോൾ അപ്പസ്തോലന്മാർ അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ നൽകി എന്ന് വചനത്തിൽ കാണുക. അപ്പൊ ക്രിസ്തുവാണ് വളരേണ്ടത്. എന്നിട്ട് സ്നാപയോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. കാരണം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിലൂടെ ക്രിസ്തുവിനെ കാണിക്കുകയാണെങ്കിൽ അവൻ കുറയുകയും ക്രിസ്തു വളരുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വെറുതെ വീണ്ടും ഒന്നുകൂടി പറയുക. ത്രൂ മേരി ടു ജീസസ് ആണെങ്കിൽ മാതാവ് കുറയുകയും ക്രിസ്തു വളരുകയും വേണം. നിങ്ങൾ പൊതുവെ ചിന്തിച്ചു നോക്കുക, എന്താ സംഭവിച്ചിരിക്കുന്നത്? മാതാവ് വളർന്നു, ക്രിസ്തു തളർന്നു, ക്രിസ്തു ഇല്ലാതെയായി. ഇതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. യേശുവിനെ ഉണ്ണിയേശു ആക്കി. ഇപ്പൊ കയ്യിൽ കൊണ്ടു കിടക്കുക. അതാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇടയ്ക്കൊന്ന് കരയും, ഇച്ചിരി പാൽ കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തും. നമ്മളെ യാതൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, നിന്റെ പാപത്തെ ചൂണ്ടി കാണിക്കത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന്, ഒരു ക്രിറ്റിസിഷൻ ഉണ്ടാവില്ല, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇങ്ങനെയാക്കി മാറ്റി നമ്മള്. യേശുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. യഥാർത്ഥത്തില് സ്നാപയോഹന്നാൻ കൃത്യമായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചവനാണ് സ്നാപയോഹന്നാൻ. ലോകത്തിന്, യഹൂദ സമൂഹത്തിന്, ഇസ്രായേലിന് ചൂണ്ടിക്കാണിക്കാൻ അയക്കപ്പെട്ടവനാണ് സ്നാപയോഹന്നാൻ. ആ സ്നാപയോഹന്നാൻ പറയുകയാണ്, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്ന് പറയുന്നവനാണ് സ്നാപയോഹന്നാൻ. സ്വർഗത്തിലിരിക്കുന്ന യേശുവിൻ്റെ അമ്മ മാതാവ് ഇത് തന്നെ പറയത്തുള്ളൂ, ഞാൻ കുറയുകയും ക്രിസ്തു വളരുകയും ചെയ്യണം. അവൻ പറയുന്നത് ചെയ്യുവിൻ, ഇത് പറഞ്ഞതാണ് മാതാവ്. ഇന്ന് ആ മാതാവിനെ നമ്മൾ കാണുന്നില്ല. പകരം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പള്ളി പണിയി, എന്നോട് അഖണ്ഡ ജപമാല ചെല്ല്, ഇനി അതിലും വലുത് വല്ലതും ഉണ്ടെങ്കിൽ ചെല്ല് എന്ന് പറയുന്ന മാതാവിനെ കാണുന്നതാണ് ഇന്ന് നമ്മുടെ ചുറ്റും. ഞാൻ മാതാവിനെതിരല്ലേ? ഇതിപ്പോ പിന്നെയും പറയേണ്ട അവസ്ഥയാ, വേറെ വഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. സ്നാപയോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. യേശു എന്ന പേരിന്റെ അർത്ഥം ലോകത്തിന്റെ പാപം നീക്കി രക്ഷ നൽകുന്നവൻ, മോചിപ്പിക്കുന്നവൻ, വീണ്ടെടുക്കുന്നവൻ. പാപം മോചിക്കാൻ ആർക്കും താല്പര്യമില്ലെന്ന്. പാപം അവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ നമ്മളൊരു കാലിന് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ സാക്ഷ്യം പറഞ്ഞ നമ്മുടെ ജോണിച്ചേട്ടനെ എടുക്കുക. കാലിന് പഴുപ്പായിട്ട് വന്നു, കർത്താവ് അത് സൗഖ്യപ്പെടുത്തി. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് പറയും? പഴുപ്പ് ആദ്യം എടുത്ത് കളയാം, അല്ലേ? പഴുത്തിരിക്കുന്ന സാധനത്തിന് മുകളിൽ ഏതെങ്കിലും നഴ്സുമാർ വെച്ച് കിട്ടും. അങ്ങനെ വെച്ച് കിട്ടുകയാണെങ്കിൽ അവർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ചവരാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നേരിട്ട് പോയിട്ട് അത് ഒഫീഷ്യലി പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഡയറക്റ്റ് നമ്മൾ പഠിച്ചവരാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും, പഴുപ്പ് കുത്തിക്കളയും, അല്ലേ? യേശുവിലേക്ക് ഒരുവൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവന്റെ പാപത്തെ എടുത്തു കളയും. എന്നാലേ സൗഖ്യം പൂർണ്ണമാകത്തുള്ളൂ, എന്നാലേ അനുഗ്രഹം വരത്തുള്ളൂ. നമ്മളിപ്പോഴും പാപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കട്ടെ, തരത്തില്ലടാ ഞാൻ, എൻ്റെ പാപം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പള്ളിയിൽ പോകുമ്പോൾ ചെരുപ്പ് ഊരിടുന്ന പോലെയാ. ചെരുപ്പ് ഊരിടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാപത്തെ ഊരി വയ്ക്കും, അതവിടെ ഇരുന്നോട്ടെ. പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ചെരുപ്പിടുന്നതിനൊപ്പം പാപത്തെ നമ്മളെടുക്കും, പോവാ. എന്ന് ഒരുവൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി കാണുന്നോ അന്ന് അവൻ അവൻ്റെ പാപത്തെ ഉപേക്ഷിക്കും. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ വ്യക്തിയാണ്, പഴയത് അവനിലില്ല. അവൻ പുതിയ വ്യക്തിയാണ്. അവന്റെ പാപത്തെ മോചിപ്പിച്ചിരിക്കും കർത്താവ്, അവനെ വീണ്ടെടുക്കും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 31-ാം വാക്യം വായിക്കാമോ? ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ആമേൻ. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ ഉയർത്തി. പാപമോചനം നൽകാൻ, വീണ്ടെടുക്കാൻ. പാപം വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടെടുപ്പ് നടക്കത്തില്ല. അത് വീണ്ടും വീണ്ടും പഴുത്ത് നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റു പറയാം. കാര്യം നമ്മളൊക്കെ വിശുദ്ധരാണ്, നമ്മൾ വചനം കേൾക്കുന്നവരാണ്. പക്ഷെ നമ്മളൊക്കെ വചനം കേൾക്കുന്നവരാണെങ്കിലും നമ്മളിൽ തന്നെ കുറവുകളുണ്ട്, നമ്മളിൽ തന്നെ അനേക കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായി ഭർത്താവ് നമ്മളോട് ഒരു കുറവ് പറഞ്ഞപ്പോൾ അംഗീകരിച്ചിട്ടുള്ള ഭാര്യമാര്, ഓക്കെ ശരിയാണ് ചേട്ടാ,
അതെൻ്റെ കുറവാണ്, ഐ ആക്സെപ്റ്റഡ്, ഞാനത് തിരുത്താം. നേരെ തിരിച്ചും ഭാര്യ നമ്മുടെ കുറവ് പറഞ്ഞപ്പോൾ ഓക്കെ, അതെൻ്റെ തെറ്റാണ്, ഞാൻ തിരുത്താമെന്ന് പറഞ്ഞ ഭർത്താക്കന്മാർ. അപ്പന്മാർ നമ്മളോട് പറഞ്ഞപ്പോൾ തിരുത്തിയ മക്കളാണെങ്കിലും അപ്പൻ്റെ അമ്മയുടെ പാപം തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ തിരുത്തിയ മാതാപിതാക്കള്. നമ്മളൊക്കെ ഇതാണെങ്കിൽ ഓക്കെയാ. അല്ലേ നമ്മളിൽ എവിടേക്കോ ഇപ്പോഴും കുറെ ഈഗോവും കുറെ പ്രശ്നങ്ങളും കുറെ കുറവുകളുമാണ് നമ്മളെ നയിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ആമേൻ. ശ്രദ്ധിക്കണേ, അതായത് സ്വർഗത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അവൻ നമ്മോട് അനുരഞ്ജിപ്പിച്ചു. എങ്ങനെ അനുരഞ്ജിപ്പിച്ചത്? വായിച്ചോ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. യേശു കുരിശിൽ ചിന്തിയ രക്തം, നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തം നമ്മുടെ പാപങ്ങളെ മോചിപ്പിച്ച് സ്വർഗത്തിന് അനുരൂപരാക്കി നമ്മളെ മാറ്റി. അല്ലെ, നമുക്ക് സ്വർഗവുമായി യാതൊരുവിധ ബന്ധവുമില്ല. എന്നെ സ്വർഗത്തോട് അനുരഞ്ജിപ്പിക്കണമെങ്കിൽ, എന്നെ സ്വർഗത്തിലെ വസ്തുക്കളോടോ സ്വർഗവുമായിട്ടോ എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എൻ്റെ പാപത്തെ മോചിപ്പിച്ചേ പറ്റൂ. പാപിയായ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? പറ്റില്ല. പാപം മോചിപ്പിച്ചാലേ അവന് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു വന്ന് അവൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപത്തെ കഴുകി എന്നെ വിശുദ്ധീകരിച്ച് എന്നെ വീണ്ടെടുത്ത്. അടുത്ത വാക്യം വായിച്ചോ. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവന് പ്രകാരം ചെയ്തത്. യേശു എന്തിനാ വന്നത്? എന്നെ നിർമ്മലനാക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, എന്നെ ദൈവത്തിന് യോജിച്ച ഫലമാക്കി മാറ്റാൻ, ദൈവത്തിന് ചേർന്നവനാക്കി മാറ്റാൻ, ദൈവത്തിനോട് അനുരഞ്ജിപ്പിക്കാൻ, യാതൊരു വിധത്തിലും കൂട്ടിക്കെട്ടാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം വിഭിന്നമായി വിഭജിച്ചിരുന്നതിനെ ഒന്നിച്ചു ചേർത്ത് ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്നെ വിശുദ്ധീകരിക്കാൻ, എനിക്ക് വേണ്ടി രക്തം മറുവിലയായി കൊടുത്ത് എന്നെ വീണ്ടെടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. തീത്തോസിന് എഴുതിയ ലേഖനം 2:14 കൂടി വായിച്ച് നമ്മൾ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. 14 മുതൽ ഒന്നുകൂടി വായിച്ചോ. 14 മുതൽ. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഈ കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ യഥാർത്ഥത്തില് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, യേശു എന്നെ എൻ്റെ തിന്മകളിൽ നിന്നും മോചിപ്പിച്ചു, എൻ്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു, വീണ്ടെടുത്തു. ഇപ്പൊ ഒരിക്കൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടു, ക്രിസ്തു എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. എന്നെ ക്രിസ്തു എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാൽ ഞാൻ ഇനി പാപിയാണോ? ആണോ? എന്നാ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയും ചെയ്യും. പിന്നെ കാരണം ബലഹീനമാക്കപ്പെട്ട ഈ ശരീരത്തിൽ ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം പറയുന്നത്, കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്തു പോവുകയാണെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കായൊരു മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. കാരണം നമ്മൾ ഈ ജഡത്തിലാണ്, ബലഹീനമാക്കപ്പെട്ട ഈ ശരീരത്തിലാണ് പാപത്തിൽ വീണു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ യേശു എന്നെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് എന്നെ വീണ്ടെടുത്തു. ഞാൻ യേശുവിനെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുവിനെ കണ്ടവൻ +2 കഴിഞ്ഞ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെയും നേഴ്സറി പോയിരിക്കുമോ? നേഴ്സറി പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ നേഴ്സറി പോയിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അവനിപ്പോഴും ഈ പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ യേശുവിനെ അറിയത്തില്ല. അവന് യേശുവുമായി യാതൊരു വിധ ബന്ധവുമില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, യോഹന്നാൻ കാണിച്ചോളൂ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ പിന്നാലെ പോയി. ക്രിസ്തുവിന്റെ പിന്നാലെ പോയാൽ
അവൻ്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിവുള്ളവനാണ് യേശു. കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, അവന് യേശു എന്ന പേരുള്ളത് തന്നെ എൻ്റെ പാപത്തെ മോചിപ്പിക്കുന്നവനായതുകൊണ്ടാണ്, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുന്നവനായതുകൊണ്ടാണ്. അവനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ, യഥാർത്ഥ ഫോളോവർ. നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കും അല്ലേ, കേക്കൊക്കെ മുറിക്കും. ഇന്ന് നമുക്ക് കേക്കാ, ഇന്ന് ബണ്ണല്ല കേക്കാണ്. സാധാരണ എല്ലാ ദിവസം ബണ്ണൊക്കെ ഉള്ളോ, ചായയും ബണ്ണും ഉള്ളോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് അല്ല, എന്നാൽ കേക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. കേക്ക് മധുരമാണ് അല്ലേ, നല്ല മധുരമുണ്ട്. യേശു മധുരമുള്ളവനാണോ? യേശു മധുരമുള്ളവനാണോ? നമ്മൾ പാട്ടൊക്കെ പാടും, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ പറയണം, എൻ്റെ യേശു മധുരമുള്ളവൻ. അവൻ എത്ര മധുരമുള്ളവനെന്ന് രുചിച്ചറിയുവൻ. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് മധുരം. കേക്ക് ഉണ്ടാക്കിയ കമ്പനിയെ നമ്മൾ പറയും കൊള്ളാം, സൂപ്പർ, നല്ല കമ്പനി. ഈ ബ്രാൻഡിന്റെ കേക്കാണെങ്കിൽ അടിപൊളി. മറ്റേത് വെറുതെ നമ്മളിങ്ങനെ കേക്കിന്റെ കമ്പനീനെ കമ്പാരിസൺ നടത്തും. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസിലൂടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ക്രിസ്തു എത്ര മാധുര്യമുള്ളവൻ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് അപ്പമായി, അപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്നവനാ. ഇന്ന് എൻ്റെ നിത്യജീവന് വേണ്ടി, എൻ്റെ പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി അവൻ തൻ്റെ ശരീരത്തെ എനിക്ക് വേണ്ടി ബലിയാക്കി മാറ്റിയവനാ. എനിക്ക് വേണ്ടി പൂർണ്ണമായി ക്രൂശിൽ ബലിയായി തീർന്നവനാണ് എൻ്റെ ക്രിസ്തു. ഈ ബോധ്യമില്ലാതെ എത്ര കേക്ക് കട്ട് ചെയ്താലും എത്ര കേക്ക് കഴിച്ചാലും യാതൊരു ഗുണവുമില്ല. നക്ഷത്രം ഉണ്ടാക്കും, കേക്ക് കട്ട് ചെയ്യും, പപ്പാനീനെ കൊണ്ടുവരും, സകലവിധ ആഘോഷങ്ങളും തിമിർപ്പ് സകലത് നടത്തും. എല്ലാ പരിപാടിയും നമ്മൾ ആഘോഷത്തിന് നമ്മൾ മുൻപിലാണ്. പക്ഷേ ക്രിസ്തുവിനെ നമ്മൾ അറിയത്തില്ല, ക്രിസ്തുവുമായി നമുക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. അപ്പൊ സ്റ്റാർ ഇട്ടവരൊക്കെ ഇന്ന് തിരിച്ചു പോയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം, അല്ലേ സ്റ്റാർ അഴിച്ചു മാറ്റോ അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയുന്നില്ല. ഒന്ന് നിങ്ങളുടെ ഭവനം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. സ്റ്റാർ ഇട്ടതിന്റെ ഉദ്ദേശം അതാണ്. ജ്ഞാനികൾ ക്രിസ്തുവിനെ കണ്ടെത്തി യേശുവിനെ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ സ്റ്റാർ ഇട്ടോ, ഒരു കുഴപ്പമില്ല. കേക്ക് കട്ട് ചെയ്തോ, പക്ഷെ ക്രിസ്തു മധുരമുള്ളവനാണെന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. എൻ്റെ പാപത്തെ മോചിപ്പിക്കുന്നവനാണെന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം ചെയ്തോ. എല്ലാ ആഘോഷങ്ങളും നല്ലതാണ്, ഞാനൊന്നിനെതിരല്ല, എല്ലാം ചെയ്തോ. പക്ഷേ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. ക്രിസ്തു ആയിരിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനം. യേശുവിനെ കണ്ട് നിന്റെ പാപങ്ങളെ മോചിപ്പിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് നമ്മൾ വീണ്ടും LKG ക്ലാസ്സിലേക്ക് പോകേണ്ടി വരരുത്. യേശുവിനെ മുറുകെ പിടിക്കണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞ സ്നാപയോഹന്നാൻ പറഞ്ഞ അതേ വാക്ക് തന്നെയായിരിക്കണം നമ്മുടെ ആപ്തവാക്യം. യേശുവിനെ ആയിരിക്കണം നമ്മൾ മുൻപിൽ കാണേണ്ടത്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്മസിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് യേശു എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു ജഡമായി ഭൂമിയിൽ പിറന്നവനാണ്, ശരീരത്തിൽ വന്നവനാണ്, എൻ്റെ പാപങ്ങളെ മോചിപ്പിച്ചവനാണ്, എന്നെ വീണ്ടെടുത്തവനാണ്, എന്നെ വിശുദ്ധീകരിച്ചവനാണ്. അവൻ്റെ ഒന്നാമത്തെ വരവ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവവചനം പറയുന്നു. നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കാൻ, നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ. അവൻ വിധിക്കുന്നില്ല, വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പിതാവ് പറയുന്നു, വിധി മുഴുവൻ പുത്രൻ നടത്തുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും അവൻ്റെ രണ്ടാമത്തെ വരവിൽ പുത്രൻ വിധിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്നേഹിക്കുന്നവനും കരുണ കാണിക്കുന്നവനും വീണ്ടെടുക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനും നിന്റെ പാപത്തെ മോചിക്കുന്നവനുമാണ് ക്രിസ്തു. എന്നാൽ ആ ക്രിസ്തു വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ സ്വീകരിക്കുന്ന, വിശ്വസിക്കുന്ന, കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും. അവൻ വരുമ്പോൾ ന്യായവിധി അവൻ നടപ്പിലാക്കും. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ അവൻ വരുമ്പോൾ നമ്മളെ നമ്മുടെ പ്രവർത്തിക്കൊത്തവണ്ണം നമ്മളെ ശിക്ഷിക്കുകയും നമ്മളെ നീതീകരിക്കുകയും അല്ലെങ്കിൽ നമ്മളെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നവനായ ക്രിസ്തുവിനെ കൂടെ നമ്മൾ തിരിച്ചറിയണം. അതാണ് ദൈവവചനം പറയുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്കൊരു ബോധ്യം വേണം. നമ്മുടെ പാപങ്ങളെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് എഴുന്നേറ്റ് വെക്കാം.